ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നമൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ മുന്തിരിങ്ങയാണ് കേട്ടോ ഇത്. നല്ല തിളച്ച വെള്ളത്തിൽ മഞ്ഞളൊക്കെ ഇട്ടിട്ട് കഴുകിയിട്ട്, അത്രയും വിഷം അടിച്ചാണ് ഇപ്പോഴത്തെ ഫ്രൂട്ട്സിലൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം മഞ്ഞളൊക്കെ ഇട്ട് നന്ന വൃത്തിയായിട്ട് കഴുകണം. പിന്നെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ളവർ ഓറഞ്ച് ഒഴിവാക്കണം കേട്ടോ. ഓറഞ്ച് കഴിക്കാൻ അങ്ങനെ പാടില്ല. പിന്നെ മുന്തിരിങ്ങയും ചുമന്ന മുന്തിരിങ്ങയില്ലേ, അതും അങ്ങനെ കഴിക്കാൻ പാടില്ല കേട്ടോ. കരിക്കും വെള്ളം നന്നായിട്ട് കുടിക്കാം, ക്ഷീണത്തിനൊക്കെ നല്ലതാണ്. നാരങ്ങ വെള്ളം ഒക്കെ നല്ലതാണ്. പിന്നെ ഫ്രൂട്ട്സിൽ പച്ച ആപ്പിള് ഡെയിലി 2-3 എണ്ണമൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ആപ്പിള് അതായത് എപ്പോഴും കഴിക്കുന്നത് നല്ലതാണ്. ഫുഡ് കഴിച്ചില്ലെങ്കിലും കഴിക്കാൻ ഭയങ്കര പാടുള്ളവർക്ക് ജ്യൂസ് അടിച്ചുമൊക്കെ കൊടുക്കാം. ചിലവർക്ക് തൊണ്ടയിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര പാടായിരിക്കും. കാര്യം ശ്വാസകോശത്തിന് ചുരുക്കമുള്ളത് കൊണ്ടും നമ്മുടെ 2 ശ്വാസത്തിൻ്റെ 2 ഭാഗങ്ങളില്ലേ, നമ്മുടെ പാളികൾ 2 ഭാഗം, അതിലിങ്ങനെ ചിലർക്ക് സുഷിരം വരും. അപ്പം മൊത്തത്തിൽ ഫുഡ് കഴിക്കാനൊക്കെ വലിയ പാടായിരിക്കും. ശരീരത്തിലെ ബ്ലഡ് ഓട്ടം കുറയും. അങ്ങനെയൊക്കെ ആകുമ്പോൾ മൊത്തത്തിൽ ആഹാരത്തിന് പൊതുവേ വെറുപ്പായിരിക്കും. എല്ലാ ഭക്ഷണവും നന്നായിട്ട് വേവിച്ച് തന്നെ കൊടുക്കുക. ചോറാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും ഇറച്ചിയൊക്കെ അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, കഞ്ഞി, പയർ, ഇതൊക്കെ വളരെ ഹെൽത്തിയാണ്, നല്ലതാണ്. ഏറ്റവും കൂടുതൽ ആപ്പിള് കഴിക്കുക, ഇതുപോലത്തെ മുന്തിരിങ്ങ, ഡ്രൈ ഫ്രൂട്ട്സുകൾ ഒക്കെ നല്ലതാണ്.